நன்மையாய் நிறைந்துள்ளதே. ஒன்றுமே இல்லாமல் துவங்கின என் வாழ்வு நன்மையாய் நிறைந்துள்ளதே. ஒரு தீமையும் நினைக்காத நல்ல ஒரு தகப்பன் உம்மை போல இல்ல. ஒரு தீமையும் நினைக்காத நல்ல ஒரு தகப்பன் உம்மை போல இல்ல. எபினேசரே, எபினேசரே, இந்நாள் வரை சுமந்தவரே. எபினேசரே, எபினேசரே, என் நினைவாய் இருப்பவரே. நன்றி, நன்றி, நன்றி. இதயத்தில் சுமந்தீரே, நன்றி, 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 நன்றி. கரு போல காத்தீரே, நன்றி. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് തരുന്ന ഒരു വചനം ഉൽപ്പത്തി 19:31 ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അങ്ങനെ ഇരിക്കുമ്പോൾ മൂത്തവൾ ഇളയവളോട്, നമ്മുടെ അപ്പൻ വൃദ്ധനായിരിക്കുന്നു, ഭൂമിയിൽ എല്ലായിടവുമുള്ള നടപ്പ് പോലെ നമ്മുടെ അടുക്കൽ വരുവാൻ ഭൂമിയിൽ ഒരു പുരുഷനുമില്ല. ലോത്തിന്റെ 2 പെൺതലമുറകൾ ആ വലിയ അനർത്ഥത്തിൽ നിന്ന് അവർ വിടുവിക്കപ്പെട്ട് പുറത്തു വരുമ്പോൾ, ആ ഒരു ഗുഹയിലിരിക്കുമ്പോൾ അവരുടെ മനസ്സിലൊരു തെറ്റായ ധാരണ, ഇനി ഞങ്ങൾക്കാരുമില്ല, ഇനി ഒരു ഭാവിയില്ല, ഇനി ഒരു നല്ല ജീവിതമില്ല. ആ തെറ്റായ ധാരണയിൽ നിന്ന് അവരുടെ ജീവിതത്തിനകത്ത് സംഭവിച്ച വലിയ പാപം, അത് ആ വലിയൊരു പാപത്തിന് കാരണമായി തീർന്നത് 2 വെറുക്കപ്പെട്ട തലമുറകൾ അല്ലെങ്കിൽ ജനറേഷൻ ഉണ്ടാകാൻ കാരണമായി തീർന്നത് തെറ്റായ ചില ധാരണയിൽ നിന്നാണ്. തെറ്റായ ചില ചിന്തകൾ, തെറ്റായ ചില ധാരണകൾ, തെറ്റായ ചില പ്രവണതകൾ. സ്തോത്രം. ഉള്ളിൽ നിന്ന് പരിമിതമായ ചിന്തയിൽ നിന്ന് ചിന്തിക്കുകയാണ്, ഇനി ഞങ്ങൾക്കാരുമില്ല, ഞങ്ങൾ നശിച്ചു പോകും. ഇന്ന് ഈ വചനം പറയുമ്പോഴും ഇതേ പദങ്ങൾ പലപ്പോഴും നമ്മളും പറയാറുണ്ട്. നശിച്ചു പോകും, തകർന്നു പോകും, ആരുമില്ല. പക്ഷെ അതൊരു തെറ്റായ ധാരണയാണ്, തെറ്റായ ചിന്തയാണ്. ആ തെറ്റായ ധാരണയിൽ നിന്നും തെറ്റായ ചിന്തയിൽ നിന്നും നമ്മൾ പുറത്തു വന്നില്ലെങ്കിൽ അത് വലിയ അപകടങ്ങളായി മാറും. യേശു കർത്താവ് ഒരിക്കൽ പറഞ്ഞ കാര്യമുണ്ട്, കണ്ണ് ചുവള്ളതെങ്കിൽ മൊത്തം വെളിച്ചമായിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? കാഴ്ചപ്പാടെന്നാണ് എൻ്റെ അർത്ഥം. നമ്മുടെ കാഴ്ചപ്പാട് ശരിയാണെങ്കിൽ എല്ലാം ശരിയാകും. ഇന്ന് ഈ തിരുവചനം കേൾക്കുമ്പോൾ തെറ്റായ ധാരണകളെ എടുത്തു കളയുക. പലരും പറയാറുണ്ട്, ഞങ്ങൾ നശിക്കാൻ കാരണം ഇന്നവരിത് ചെയ്തുകൊണ്ടാണ്, ഇന്നവരങ്ങനെ പ്രവർത്തിച്ചതുകൊണ്ടാണ്. അതൊരു തെറ്റായ ധാരണയായി പിന്നെ അവരെക്കുറിച്ചുള്ള ചിന്തകൾ വന്ന് അവരെ ശത്രുവായി കണ്ട് നമ്മുടെ യഥാർത്ഥ ശത്രുവിനെ കാണാതാവും. ഇന്ന് ഈ പകൽക്കാലം അങ്ങനെ തെറ്റായ ധാരണകളെ കളയുക. അതിൻ്റെ നഷ്ടം നമുക്ക് തന്നെയായിരിക്കും. ആരുമില്ല, ഇനി ഒരു മനുഷ്യനുമില്ല. അവരെ അങ്ങനെ ചിന്തിക്കാൻ കാരണം എന്താണ്? അവരൊരു ഗുഹയ്ക്കകത്താണ്. അതുകൊണ്ടാണ് കർത്താവ് എപ്പോഴും പറയുന്നത്, നീ പുറത്തു വരിക. അബ്രഹാമിനോട് പറയുന്നു, നീ വെളിയിൽ വാ. ഏലിയാവിനോട് പറഞ്ഞു, നീ ഗുഹയിൽ നിന്ന് പുറത്തു വാ. ഒരു ചെറിയ ചിന്താലോകത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുവാൻ
ഞാൻ പുറത്തു വരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇനി എനിക്കൊന്നുമില്ലെന്ന് പറയുന്ന അബ്രഹാമിനെ വെളിയിൽ കൊണ്ടുവന്ന് നക്ഷത്രങ്ങളെ കാണിച്ചു കൊടുത്ത് വിശാലമായ ആകാശവിധാനത്തെ കാണിച്ചു കൊടുക്കുമ്പോൾ ദൈവം പറയാണ്, ഇത്രയും വിശാലമായിരിക്കണം നിന്റെ ഹൃദയം, അല്ലാതെ നീ ആയിരിക്കുന്ന ആ ചെറിയ ഗുഹയിൽ, ആ ചെറിയ കൂടാരത്തിൽ ഒതുങ്ങരുത്. യെസ്, ദൈവാത്മാവ് ഇന്ന് നമുക്ക് തരുന്ന ഒരു ബുദ്ധി ഉപദേശം, തെറ്റായ ധാരണകളെ മാറ്റുക. ആ തെറ്റായ ധാരണകളെ മാറ്റുന്നില്ലെങ്കിൽ തെറ്റായ ജീവിത സാഹചര്യങ്ങളിലേക്ക് നമ്മൾ അറിയാതെ നടന്നു പോയിരിക്കും. നിങ്ങൾക്ക് കാര്യമില്ലെന്ന് ആരാ പറഞ്ഞു? കർത്താവുണ്ടല്ലോ. എബ്രായ ലേഖനം പറയുന്ന നമുക്കുണ്ട് ഉണ്ട് 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 എന്ന് പറയുന്ന ഒത്തിരി വാക്കുകളുണ്ട്. കാരണം ഇല്ലെന്നല്ല, ഉണ്ട്. ഒരു രക്ഷകനുണ്ട്, കർത്താവുണ്ട്, സഭയുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ആമേൻ. അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ, ഈ പ്രഭാതത്തിൽ, ഇന്ന് രാവിലെയും ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞു കാണും എനിക്ക് ആരുമില്ലെന്ന്. ഇല്ല, പറയണം എനിക്കുണ്ട്. സാധു കൊച്ചൊന്ന് ഉപദേശി പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ നിത്യസ്നേഹിതന്മാർ ദൈവദൂത സംഘമാണ്. ആരും എനിക്കില്ലെന്നോ ഏകനായി തീർന്നു എന്നോ മാനസത്തിൽ ആദി പൂണ്ട് ഖേദിപ്പാൻ. സാധു, അന്ധനാക്കി തീർത്തിടല്ലേ ദൈവമേ, എന്നെ വെറുതെ അന്ധനാക്കരുത്, എനിക്കെല്ലാവരും ഉണ്ട്. അതുകൊണ്ട് തെറ്റായ ധാരണ നിന്ന് മാറട്ടെ. ആരെങ്കിലും ഇട്ടിട്ട് പോയെന്നോർത്ത് എനിക്ക് ആരുമില്ലെന്ന് പറയുകയൊന്നും ചെയ്യരുത്. അവർ പോട്ടെ. ആമേൻ. ദൈവം സ്നേഹിക്കുന്ന അനേകരെ, കരുതുന്ന അനേകരെ തരും. ക്രൂശിന്റെ ചുവട്ടിൽ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആ മറിയയ്ക്ക് യേശു കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, ദേ മറിയേ, നിന്റെ മകൻ. ഇല്ലെന്ന് പറഞ്ഞില്ല എങ്കിൽ പോലും കർത്താവ് അതവിടെ പരിഹരിക്കുക. സ്തോത്രം. കർത്താവ് നിന്റെ ഇല്ലായ്മകളെ പരിഹരിക്കും. പറഞ്ഞ് കരയരുത്. കർത്താവേ, നീയാണ് എനിക്ക് എല്ലാം എന്ന് പറയാൻ തയ്യാറാകുക. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. യേശുപ്പാ, ഇന്ന് രാവിലെ ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ തെറ്റായ ധാരണകളെ മാറ്റുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തി, കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും തെറ്റായ ധാരണകൾ പാപത്തിലേക്കും തെറ്റായ ജീവിത രീതിയിലേക്കും എല്ലാം കൊണ്ടുപോകുമ്പോൾ പരിശുദ്ധാത്മാവെ ദൈവഹിത പ്രകാരം എന്തെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിച്ച് ഞങ്ങൾക്ക് നല്ല കാഴ്ചപ്പാടുകൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഇല്ലായ്മകളിൽ കർത്താവെ അങ്ങ് നിറവിനെ നൽകിയിരിക്കാൻ സ്തോത്രം ചെയ്യും. ശൂന്യതകളെല്ലാം മാറിയിരിക്കാൻ നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾക്ക് യേശുള്ളതിന് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവുള്ളതിന് നന്ദി പറയുന്നു. ഞങ്ങളെ രക്ഷിച്ച രക്ഷകൻ ഞങ്ങളുടെ കൂടെ ഉള്ളതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്നത്തെ ദിവസം മുഴുവൻ അനുഗ്രഹത്തോടെ പരിശുദ്ധാത്മാവെ അങ്ങ് നിർത്തുന്നതിന് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടുകൊണ്ടിരിക്കുന്നല്ലോ, അതിനായി സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ കർത്താവെ, ഈ കുടുംബത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തെറ്റായ ചിന്തകൾ കയറി വന്ന് നിരാശയിലേക്കും ഡിപ്രഷനിലേക്കും ആൻസൈറ്റിയിലേക്കും പോയ ഈ മനസ്സിനെ യേശുവിൻ്റെ നാമത്തിൽ തിരിച്ചു പിടിക്കുന്നു. നീ അവർക്കൊണ്ട് അത്ഭുതം ചെയ്യുവാൻ നീ കൂടെയുണ്ട്. നീ അവരെ അത്ഭുതമാക്കണമേ. അവരെ ഉയർത്തുന്നു. കർത്താവെ, വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും നീ അവരെ അറിയിച്ച് ഈ ഭൂമിയിൽ ഏകാന്തതയെ മാറ്റി, ആരുമില്ലെന്നുള്ള തോന്നലുകളെ മാറ്റി, കർത്താവെ, യേശുവിൻ്റെ കൂടെയുള്ള യാത്ര അത്ഭുതകരമാക്കി തീർക്കുന്നതിനായി സ്തോത്രം. ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് കൂടെയുണ്ട്. കർത്താവിൻ്റെ കരം കൂടെയുണ്ട്. ഗോഡ് ബ്ലെസ് യു. ഷലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.